ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സക്ഷമയുടെ സംസ്ഥാന ഘടകവും ഈ ദേശീയ ധാരയോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് വിവിധങ്ങളായ കർമ്മ പരിപാടികൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിജയപ്രദമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരം പരിപാടികളുടെ നടത്തിപ്പും അതിൻ്റെ ഫലപ്രാപ്തിയും അങ്ങേയറ്റം ആത്മവിശ്വാസം പകരുന്ന തരത്തിലാണ് സക്ഷമയുടെ പ്രവർത്തകർക്ക് അനുഭവപ്പെട്ടത്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വലിയ ഒരാശയം മുന്നിൽ വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഇതിനു മുമ്പ് ഭാരതത്തിൽ എവിടെയും നടക്കാത്ത തരത്തിൽ, ആരും സംഘടിപ്പിക്കാത്ത തരത്തിൽ, ഒരുപക്ഷെ അല്ല 100% ഇതുവരെ നടക്കാത്ത ഒരു പരിപാടി കേരളത്തിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ വെച്ച് നടത്തണം എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസങ്ങളായി ഇത് സംബന്ധമായിട്ടുള്ള ആലോചനകളും ചർച്ചകളും നടന്നു വരികയായിരുന്നു. ഇപ്പോൾ ആ പരിപാടിയെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു ചിത്രം രൂപപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ നാട് നയിക്കുന്ന കേന്ദ്ര സർക്കാർ, അതുപോലെ സംസ്ഥാന സർക്കാർ, ഈ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകൾ, ഈ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ മുന്നോട്ട് വരാൻ സന്നദ്ധരായിട്ടുള്ള വ്യക്തികൾ, വ്യാപാരി സമൂഹം, വിദ്യാർത്ഥി സമൂഹം, അധ്യാപക സമൂഹം, അക്കാഡമിക് മേഖലയിൽ നമുക്കറിയാം ഒരുപാട് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ ഭിന്നശേഷി സൗഹൃദപരമായ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികൾ, സാങ്കേതിക സർവകലാശാല, ആരോഗ്യ സർവകലാശാല, ഇങ്ങനെ ഏതൊക്കെ മേഖലകളിലുള്ള ആളുകളാണോ ഭിന്നശേഷി സൗഹൃദമായി ചിന്തിക്കുന്നതും കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുന്നതും അത്തരം പരിപാടികൾ ആവിഷ്കരിക്കുന്നവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതും അവരെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഈവന്റ്, ഒരു മെഗാ ഈവന്റാണ് ഇവിടെ സൂചിപ്പിച്ച തരത്തിൽ ജനുവരി മാസം 20-ാം തീയതി മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന 5 ദിവസങ്ങളിലായിട്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ പോകുന്നു. ഈ പരിപാടിയിലൂടെ സക്ഷമ ലക്ഷ്യമിടുന്നത്, സക്ഷമയുടെ സാധാരണ നിലയ്ക്കുള്ള ലക്ഷ്യപ്രാപ്തി എന്താണോ അത് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലെ ഏതാണ്ട് വലിയൊരു വിഭാഗം, നമുക്കറിയാം തിരുവനന്തപുരത്തിൽ തന്നെയും ആയിരക്കണക്കിന് ഭിന്നശേഷി സഹോദരങ്ങളുണ്ട്. ദിവ്യാംഗർ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി അവരെ വിശേഷിപ്പിച്ചു. ശാരീരിക പരിമിതിയേക്കാൾ കൂടുതൽ കഴിവുകളുള്ള ആളുകളായിട്ട് അവരെ പലരെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വേറിട്ടു പോകുന്നുണ്ടോ എന്നൊരാശങ്ക നമുക്കുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ചികിത്സ, അവരുടെ പുനരധിവാസം, സമൂഹ നിർമ്മിതിയിൽ അവരുടെ പങ്കാളിത്തം, അത് വേണ്ട രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങളെ വേണ്ട രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഭാവിയെക്കുറിച്ച് നമ്മുടെ സങ്കല്പം എന്താണ്, എങ്ങനെയായിരിക്കണം ഈ സഹോദരങ്ങൾ, അവരുടെ തലമുറകൾ നമ്മുടെ ഭാവിയെ നോക്കിക്കാണേണ്ടത്. ആ നിലയ്ക്ക് വരും കാലങ്ങളെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഒരുപാട് സംഘടനകളും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ സമ്പൂർണമായ ശ്രദ്ധയും നിരീക്ഷണവും ഈ കമ്മ്യൂണിറ്റിക്ക്, ദിവ്യാംഗ സമൂഹത്തിന് അവരുടെ ജീവിതത്തെ പുഷ്കലമാക്കാൻ കഴിയുന്ന തരത്തിൽ വിനിയോഗിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സക്ഷം ഉത്സവ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ പാട്രൺ എന്നുള്ള നിലയ്ക്ക്, പാട്രണേജ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര ഓഫീസ് ഓഫ് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് പാട്രണേജ് അവര് നമുക്ക് സാധ്യമാക്കും. അതുപോലെ സംഘടനാപരമായ പാർട്ട്ണർ ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് വിജ്ഞാൻ ഭാരതി എന്നൊരു പ്രസ്ഥാനമുണ്ട് നമ്മുടെ ഭാരതത്തിൽ, അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്, അവർ നമ്മുടെ അക്കാഡമിക് പാർട്ട്നേഴ്സാണ്. അതുപോലെ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പാർട്ട്ണറാണ്. നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ
ഡീം ടു ബി യൂണിവേഴ്സിറ്റി. അവർ നമ്മുടെ പാർട്ണറാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാവും. സിസ, സെന്റർ ഫോർ ഇന്നോവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ, അവര് ഈ പരിപാടിയുമായി സഹകരിക്കാമെന്ന് ഇതിനകം സംബന്ധിച്ചിട്ടുള്ള ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഈ പറഞ്ഞതുപോലെ ഭാരതമെമ്പാടുമുള്ള മുഴുവൻ, ഇത് കേരളത്തിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന ഒരു ഈവന്റ് എന്ന നിലയ്ക്ക്, സംസ്ഥാനം എന്ന നിലയ്ക്ക് ചുരുങ്ങി ചിന്തിക്കുന്നില്ല. വിശാലമായ അർത്ഥത്തിൽ ഭാരതത്തിൽ ഈ പരിപാടിയുടെ വിജയത്തിന് ആരെയൊക്കെ സഹകരിപ്പിക്കാമോ അതെല്ലാം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഈ 5 ദിവസത്തെ മെഗാ ഇവന്റിൽ നാഷണൽ സെമിനാറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുവ സമൂഹത്തെ എത്ര കണ്ട് ഈ കാര്യക്രമങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ അതിനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അക്കാഡമിക് രംഗത്ത് അക്കാഡമിക് വിദഗ്ധന്മാര് ഈ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരെയൊക്കെ ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. തൊഴിൽ സാഹചര്യം വർദ്ധിപ്പിക്കാൻ, തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന സംരംഭകത്വം എന്ന നിലയ്ക്ക് ചിന്തിക്കുന്ന നമ്മുടെ ദിവ്യാംഗ സഹോദരന്മാരെ അതിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധ്യമാകുന്ന തരത്തിൽ തൊഴിൽദായകന്മാര് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ കഴിയുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഈ പരിപാടിയുടെ ഭാഗമാക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. സാംസ്കാരികമായ കലാപരമായ കഴിവുകളുള്ള ആളുകളെ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. സെലിബ്രിറ്റികൾ എപ്പോഴും നമുക്കറിയാമല്ലോ, പലപ്പോഴും സമൂഹം അങ്ങനെയുള്ള ആളുകളെ ഒരു പക്ഷേ അവരുടെ മുന്നിൽ വെച്ച് ഒരു മാതൃകയാക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഞങ്ങളുടെ ഈ പരിപാടിയുമായി സഹകരിപ്പിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അപ്പൊ ആകെ കൂടി ഞങ്ങൾ ഈ ഒരു ഈവന്റ്, ഒരു പരിപാടി, ഒരു മെഗാ ഈവന്റ് നടത്തി വലിയ ദൃശ്യ കൗതുകം സൃഷ്ടിച്ച് അല്ലെങ്കിൽ ആകർഷണീയമായ ചില സംഭവങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കുറച്ചുനാൾ അതിന്റെ ഒരു അലിയൊലി സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് വർഷങ്ങൾക്കപ്പുറം, ദശാബ്ദങ്ങൾക്കും അപ്പുറം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പരിപാടി അനിവാര്യമാണ് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും പങ്കാളിത്തവും സഹകരണം ആവശ്യമായ തരത്തിൽ ഒരുപക്ഷെ ഒരു പഠനോത്സുകത വരെ വളർത്തിയെടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. ഈ പരിപാടിയിലൂടെ നമുക്കറിയാമല്ലോ, ചില നിമിത്തങ്ങളാണ് പലരെയും പലപ്പോഴും പല നേട്ടങ്ങളിലേക്കും എത്തിക്കുന്നത്. അപ്പൊ ഈ പരിപാടി ഒരു നിമിത്തമായി കണ്ട് ഈ ദിവ്യാംഗ സഹോദരങ്ങളെ സഹായിക്കാൻ, ഭിന്നശേഷി വിഭാഗങ്ങളെ ഉദ്ധരിക്കാൻ ആവശ്യമായ സ്പാർക്ക് ഏതെങ്കിലും വ്യക്തികളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ, ഏതെങ്കിലും എന്നല്ല അനേകം ആളുകളുടെ മനസ്സുകളിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടരാണ് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ. കാരണം അവരുടെ ഭാവനാപൂർണമായ സൃഷ്ടിപരമായ ആലോചനകളും വികാര വിചാരങ്ങളും നമ്മുടെ ഈ ഒരു ഈവന്റിനെ ശക്തിപ്പെടുത്തും എന്നതിനപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ പലരിലും ചെറിയ 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 സ്പാർക്കുകൾ ഉണ്ടാക്കാൻ, എന്നാൽ പിന്നെ ഞാനും എനിക്ക് കൂടി ഇതിൽ പലതും ചെയ്യാൻ സാധിക്കും എന്ന ഒരു ചിന്ത വളർത്താൻ നിങ്ങളുടെ ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വാർത്താ ശകലത്തിലൂടെ സാധ്യമാകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ നിലയ്ക്ക് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഈ ഒരു പരിപാടിക്കായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ ദുർബല വിഭാഗം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ നിലക്ക് പറയാറുള്ളതെങ്കിലും ദുർബല വിഭാഗങ്ങൾ അതൊരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്, സംശയമേതുമില്ല. പക്ഷെ ആ ദുർബല വിഭാഗങ്ങളെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് സംരംഭങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ സംരംഭങ്ങൾക്കുള്ള ഒരു പ്രചോദന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ശാരീരിക പരിമിതി അനുഭവിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആശങ്കകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിലൂടെ അതല്ലെങ്കിൽ മറ്റെങ്കിലും തരത്തിലുള്ള ഒരു പരിശീലനത്തിലൂടെ ഒരു 3, 4, 5 ദിവസം തുടർച്ചയായി ആ പരിപാടിയുടെ ഭാഗമായി മാറുമ്പോൾ എങ്ങനെയാണോ ആദ്യത്തെ ദിവസം പങ്കെടുത്തത് അത് കഴിഞ്ഞ് 5ാമത്തെ ദിവസം പിരിയുമ്പോഴേക്കും എന്തൊക്കെയോ എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ ഉതകുന്ന വർക്ക്ഷോപ്പുകൾ വരെ നമ്മുടെ ഈ പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടി സമ്പൂർണമായ ഒരു വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ള കാര്യം, ആ ഒരു ചിന്തയോടുകൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് ഈ പരിപാടി തീർച്ചയായിട്ടും മറ്റ് പ്രദേശങ്ങളിൽ അതുകൂടിയുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മളൊരു ഈവന്റ് സംഘടിപ്പിക്കുമ്പോൾ ആ ഈവന്റിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ഒരു സംതൃപ്തി എന്നതിനപ്പുറത്ത് ഇത് ഇവിടെ ആയാൽ എന്താ എന്ന് ബോംബെയിലുള്ള കുറെ ആളുകൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ആളുകൾ ചിന്തിക്കുന്നു. ആ നിലയ്ക്ക് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കാവുന്ന തരത്തിൽ, കുറ്റമറ്റ തരത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു വലിയ പരിപാടി എന്ന നിലക്കാണ് ഞങ്ങൾ കാണുന്നത്. ഏതായാലും ഇത് സംബന്ധമായിട്ട് വിശദമായ ഒരു കുറിപ്പ് നിങ്ങൾക്ക് ഏവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒന്ന് വേണ്ട രീതിയിൽ മനസ്സിരുത്തി അതിലൂടെ ഒന്ന് കടന്നുപോയി ആവശ്യമായ തരത്തിലുള്ള പ്രചാരണവും പിന്തുണയും നിങ്ങളെല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ ഭാഷയിൽ